റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതി. ഇതിനായി വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കണം. സംസ്ഥാന ജില്ലാതല സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. റാഗിംഗ് കേസിൽ UGCയെ കക്ഷി ചേർക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ അമ്മയും രമേശ് ചെന്നിത്തലയും കേസിൽ കക്ഷി ചേരും. പ്രദീപ് ജോസഫ് വിവരങ്ങളാണ്. പ്രതി വളരെ നിർണായകമായ ഇടപെടലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റാഗിങ്ങിന്റെ പല വിധത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ്. സഹപാഠികൾ അല്ലെങ്കിൽ ജൂനിയേഴ്സ് സീനിയേഴ്സ് എന്ന് വേർതിരിവില്ലാതെ അത്രയും ക്രൂരമായ ഇടപെടലുകൾ. എന്തായാലും നിലവിലെ നിയമം അത് കൂടുതൽ കർക്കശമാക്കേണ്ട സ്ഥിതി, എന്താണ് റാഗിംഗ് എന്നൊരു പരിഗണിക്കുന്ന വിഷയം തന്നെ, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട സ്ഥിതി എന്താണ് കോടതി പറയുന്നത്? റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. UGCയുടെ ചട്ടങ്ങളിൽ ഇതിനുള്ള ചില പ്രൊവിഷൻസ് ഉണ്ട്. ഈ UGC ചട്ടങ്ങൾ അനുസരിച്ച് റാഗിംഗ് വിരുദ്ധ നിയമത്തിൽ ആവശ്യമായ മാറ്റം വരുത്തി പരിഷ്കരിക്കണമെന്നാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ മാറ്റങ്ങളും മറ്റും വരുത്തുമ്പോൾ അത് വിശദമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിശദമായി ചർച്ച ചെയ്ത് ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടി സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരായ ആളുകളെ ഉൾപ്പെടുത്തി ഒരു വർക്കിംഗ് ഗ്രൂപ്പിനെ രൂപീകരിക്കണം. ഈ വർക്കിംഗ് ഗ്രൂപ്പ് നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഈ വർക്കിംഗ് ഗ്രൂപ്പ് നൽകുന്ന നിർദ്ദേശങ്ങളാണ് പാലിക്കേണ്ടത്. കൂടാതെ തന്നെ സംസ്ഥാന തലത്തിലും ഒപ്പം ജില്ലാ തലത്തിലും റാഗിംഗ് തടയുന്നതിന് വേണ്ടി വിവിധ സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ UGC നിഷ്കർഷിച്ചിരിക്കുന്ന ഇക്കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി അക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുകയും വേണം. ഇനി ഒരിക്കൽ കൂടി റാഗിങ്ങിന് ആരും ഇരയാകാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടിൽ നിന്നുകൊണ്ടായിരുന്നു ഹൈക്കോടതി ഇന്ന് ഈ കേസ് പരിഗണിച്ചത്. കഴിഞ്ഞ ദിവസം കേരള ലീഗൽ സർവീസ് അതോറിറ്റിയാണ് ഇത്തരത്തിൽ റാഗിംഗ് കേസുകൾ പരിഗണിക്കുന്നതിന് വേണ്ടി മാത്രമായി ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഈ റാഗിംഗ് സംബന്ധിച്ചുള്ള ചട്ടങ്ങൾ പരിഷ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ റാഗിംഗ് സംബന്ധിയായി നിരവധി കേസുകളാണ് നിലവിൽ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നത്. ഈ കേസുകളിൽ കക്ഷി ചേരാൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എത്തിയിട്ടുണ്ട്. കക്ഷി ചേരുന്നതിനുള്ള അപേക്ഷ അദ്ദേഹം നൽകും. ഒപ്പം വയനാട് പൂക്കോട് വെറ്റിനറി സയൻസ് കോളേജിൽ റാഗിങ്ങിന് ഇരയായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ അമ്മയും ഈ കേസിൽ കക്ഷി ചേരും. ശരി.